വിലക്കയറ്റം ചർച്ച ചെയ്യാതെ സർക്കാർ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം തള്ളി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന മൂലം അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ കൂടുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനൊക്കെ മറുപടി വിസ്മയിപ്പിക്കുന്ന ധവളപത്രത്തിലുണ്ടാകുമെന്ന് ഉറപ്പ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെ വില വർദ്ധിച്ച ഘട്ടത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന VD സതീശൻ ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടത്തിയതും സംസ്ഥാനം ടാക്സ് കുറച്ചു കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അത് പറഞ്ഞ ഒരാളെന്ന നിലയിൽ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് കുറച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ്. അത് സംബന്ധിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രി പറയണമെന്ന പ്രതിപക്ഷ വാദത്തിന് മറുപടി വിസ്മയിപ്പിക്കുന്ന ധവളപത്രത്തിൽ ഉണ്ടാകുമോ? ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വരുമ്പോൾ കാണാമെന്നാണ് വെല്ലുവിളി. വിലക്കയറ്റം പരിഹരിക്കുമോ അതോ പരസ്പരം പോരടിച്ച് സഭയിൽ സമയം കളയുമോ ഇവരെല്ലാം? വേണു ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർമാരായ S വിജയകുമാർ, ജോഷി കുര്യൻ, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അപർണ കുറുപ്പ് എന്നിവർ. ഇന്ന് നമുക്ക് അപർണ കുറുപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അപർണ കുറുപ്പ്, ഇന്ന് നിയമസഭയിൽ വിലക്കയറ്റം ചർച്ച ചെയ്യുകയും നാട്ടിലുള്ളവർക്കൊക്കെ കുറച്ച് പ്രയോജനം കിട്ടുന്ന രീതിയിൽ ആ ചർച്ച പോവുകയും പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരിക്കും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പരസ്പരം ചേർന്ന് നിന്ന് രണ്ടുപേരും പറയുന്നത് പിണറായി വിജയന്റെയും VD സതീശന്റെയും കൂടിക്കാഴ്ചയിൽ കണ്ടപ്പോൾ ആശിച്ചു പോയി. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്താണ് ഇങ്ങനെ അപർണ? നമ്മളൊരു പ്രത്യേക കേരളത്തിലാണ് സുജയ. നന്മയുള്ള കേരളമൊക്കെ മാറി പുതുയുഗ കേരളമാണ്. ചുരുക്കി ഞാൻ പറയാം, നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു കാലി ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നിവൃത്തിയില്ല, 15 രൂപയ്ക്ക് മുകളിലാണ് മിൽമയുടെ വില, നടക്കില്ല. പിന്നെ എങ്ങനെ പോകും? അത് പെട്രോളിനാണ് പോകണമെങ്കിൽ 11 ദിവസത്തിനകം 4 തവണ പെട്രോളിന് വില കൂടി, പോകുന്നത് ബുദ്ധിമുട്ടാണ്, നടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ കാളവണ്ടിയൊക്കെ ഉണ്ട്, മുമ്പ് പലരും പോയതുപോലെ സൈക്കിളോ കാളവണ്ടിയോലൊക്കെ പോകാം. ഇനിയിപ്പോൾ ചായ വേണ്ടാന്ന് കരുതുക, നിങ്ങൾ റേഷൻ കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കാം. ഞങ്ങൾ ചായ കുടിക്കുന്നില്ല, റേഷൻ കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കൂ, ഭക്ഷ്യധാന്യം നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, അതങ്ങ് നിർത്തി. അപ്പോൾ ഇനി നീലക്കാടുകാർക്ക് കുറച്ച് അധികം അരി കൂടുതൽ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതും നിർത്തി. അപ്പോൾ ഇത് ശരി, എന്താ പിന്നെ റേഷൻ വേണ്ട, ജോലിക്ക് പോയിട്ട് വല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല. ഹോട്ടൽ വില കൂടി, LPG സിലിണ്ടർ, നമുക്കറിയുന്ന വിഷയങ്ങളൊക്കെ ഒരു വശത്തുണ്ട്. ഇനി ജോലിക്ക് പോയി തിരിച്ചെത്തുന്ന പെൺകുട്ടികളെ സ്ഥിതി ആലോചിക്കണം. കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് 8 അംഗ ഗുണ്ടാ സംഘമാണ് ആക്രമിച്ചിരിക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ സ്വന്തം തട്ടകമായിട്ടുള്ള കൊച്ചി. ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ഈ നാട്ടിൽ തന്നെയുള്ള വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വെച്ചാൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടരുക. UDF സർക്കാർ വന്ന കാര്യം എന്ത് ചെയ്യാനാണ്? ഈ ആനകൾ അറിഞ്ഞിട്ടില്ല, അത് വിഷയം. ഇനി ചവിട്ടെങ്ങാനും കിട്ടി ചാകാതെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിയെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാലോ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ ICUവിൽ കിടത്തുവോ പുറത്ത് കളയുവോ ഒക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ പുഴുവരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇനി ഒരു മധുവിധു കാലമാണ്, ഒരു കൂളിംഗ് പീരീഡാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുമുണ്ടോ? ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ് കിടക്കുന്നത്. ഇതൊക്കെ തമാശയാണ് പറയുന്നത്, ജനങ്ങൾക്ക് ഇത് അത്ര തമാശയുള്ള കാര്യമൊന്നുമല്ല. ഇത് വളരെ വളരെ സംസ്ഥാനത്ത് നികുതി ഭീകരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി വന്ന് സമരം ചെയ്ത ഒരാളാണ്. അപ്പോൾ അത്രയും കാലം പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളത് പഠിക്കട്ടെ എന്ന് പറയുന്നത് വലിയൊരു വിഷയമുണ്ട്. അപ്പോൾ പഠിക്കാതെയാണോ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും ഞങ്ങളിതാ പാലും തേനും ഒഴുക്കും വെള്ളത്തിന് പകരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സ്ഥലത്താണ് ഇനിയിപ്പോൾ KSRTCയുടെ സൗജന്യ യാത്ര ഏത് തരത്തിലാണ്, ക്ഷേമ പെൻഷൻ ഏത് തരത്തിലാണ് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഈ തമാശ എല്ലാം മാറ്റി വെച്ച് വരുമ്പോൾ വലിയ വിഷയമാണെന്ന്. മെഡിക്കൽ കോളേജ് കണ്ട വിഷയമൊക്കെ എന്തെടുക്കും? അപ്പോൾ 1 മുതൽ 0 വരെ, 1 മുതൽ 10 വരെ എന്താണ് ഈ നടക്കുന്നത്? ഇതൊരു നീണ്ട ലിസ്റ്റാണ്. ഇത്തവണ എനിക്ക് പറയാൻ വിശദീകരിക്കാനൊന്നുമില്ല, ഞാനൊരു ഫുൾ നീണ്ട ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണെങ്കിൽ June 4-ാം തീയതി പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സർക്കാർ കയറി ഒറ്റയടിക്ക് പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ ജനകീയമായ വിഷയങ്ങളിലെ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഒരെണ്ണമുണ്ടോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം? ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സുജി. വേണു ബാലകൃഷ്ണൻ, അപർണക്കുറുപ്പ് അല്പം തമാശയൊക്കെ കലർത്തി ആകെ പ്രശ്നമാണെന്ന് പറയുന്നു. പക്ഷേ ധവളപത്രം വരട്ടെ, അതിലെല്ലാം ഉണ്ട് എന്ന് കോൺഫിഡൻസോടെ VD സതീശൻ പറയുമ്പോൾ പ്രതീക്ഷ വെക്കണോ നമ്മൾ? സുജയ പാർവതി, ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു ജീവൽ പ്രശ്നമാണ് പ്രതിപക്ഷം ആദ്യ അടിയന്തര പ്രമേയത്തിന് വിഷയമാക്കിയത്. ശരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി പ്രതിപക്ഷത്തിന് എത്രത്തോളം ഉണ്ട് എന്ന് സർക്കാരിന് സംശയിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ആ വിഷയത്തിൽ ഒരു ശുദ്ധിയുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. വേണമെങ്കിൽ മാതൃകാപരമായി സർക്കാരിന് ആ അടിയന്തര പ്രമേയം അനുവദിക്കാമായിരുന്നു, അതിൽ വിശദമായൊരു ചർച്ചയിലേക്ക് പോവുകയും ചെയ്യാമായിരുന്നു. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ്. കൂടാതെ സത്യസന്ധമായി നാം ഇന്ന് ഈ സഭാ നടപടികൾ പരിശോധിച്ചാൽ പ്രതിപക്ഷം പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ ദുരുദ്ദേശം അതിൽ വെച്ചിട്ടില്ല എന്ന് കരുതാൻ കഴിയും.
അവർ പ്രതികരിച്ച രീതി, അവരുടെ ശരീരഭാഷ, മാത്രവുമല്ല പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചും ഇതൊരു കൂളിംഗ് ഓഫ് പീരീഡാണ്. ആ രൂപത്തിലാണ് അവരും സംസാരിച്ചത്. പ്രത്യേകിച്ച് ബാലഗോപാൽ പറഞ്ഞല്ലോ, അവിടെ ഇരുന്ന് ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് മാറി ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിഴുങ്ങിയെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പറയില്ല. അങ്ങനെയൊക്കെ ഒരു അനുനയ സ്വഭാവത്തിലാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പിണറായിയും ഈ ധവളപത്രം ഒരു ഭീഷണിയായി ഉയർത്തുന്ന ശബ്ദം, അത്തരമൊരു സ്വരം സതീശനിൽ നിന്ന് ഉയർന്നപ്പോൾ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കൊമ്പ് കോർക്കാൻ പോയില്ല. അപ്പോൾ ശരിക്കും ഇതിൽ രാഷ്ട്രീയം കാണാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് പ്രതിപക്ഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വളരെ സാങ്കേതികത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് വി ഡി സതീശൻ ഒരു ജീവൽ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് മോശമായിപ്പോയി. അദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ ഒന്നും സ്പർശിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇവിടെ മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവുകൾ ഓർമ്മിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഔത്സുക്യം. ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനം വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിന് ഐസക്കിനെ വരെ അദ്ദേഹം ആയുധമാക്കി എന്നതുകൊണ്ടാണ്. ഇപ്പോൾ അപർണക്കുറുപ്പൊക്കെ പറയുന്നത് പോലെ പരിഹാസ രൂപേണയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഐസക്കിനെ അദ്ദേഹം ഉപയോഗിച്ചത് സ്വയം പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് എന്ന് കുറഞ്ഞപക്ഷം ഇന്നെങ്കിലും കരുതുകയേ വഴിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സതീശൻ പറഞ്ഞത് എന്താണ്? തുടർച്ചയായി അവിടെ നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടാകുന്നു, ഇടവേളകൾ അദ്ദേഹത്തിന് കിട്ടുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ ഒരു പ്രായോഗികമായൊരു പ്രതിസന്ധി മാത്രമാണോ ഇത്? തുടർച്ചയായി ജനങ്ങളെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ജനങ്ങൾക്കൊരു സഹായം കൊടുക്കാൻ കഴിയുക എന്ന് ഒരു സംസ്ഥാന സർക്കാരിന് ആലോചിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള രൂക്ഷമായ പ്രതികരണമല്ലേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്? അതുണ്ടായില്ല. എപ്പോഴും ഒരു ധവളപത്രം ഉയർത്തിക്കാട്ടി ഗൺ പോയിന്റിൽ പ്രതിപക്ഷത്തെ നിർത്താനുള്ള പ്രത്യേക ഔത്സുക്യം വി ഡി സതീശൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണിക്കേണ്ട സന്ദർഭം ഇന്നത്തേതായിരുന്നില്ല എന്ന് അദ്ദേഹം കരുതുക തന്നെ വേണം. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അടിയന്തരമായി ഒന്നും ഇടപെടാൻ കഴിയാതിരിക്കുന്നത് 3000 കോടി സപ്ലൈകോയ്ക്ക് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ ആ കടം വീട്ടാതെ പിണറായി സർക്കാർ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2006 മുൻപ് വരെ ഈ സപ്ലൈകോയിൽ എത്ര ഇനങ്ങൾ ഉണ്ടായിരുന്നു? അത് സതീശനും അറിയുന്ന കാര്യമാണ്. VS സർക്കാർ വന്നതിന് ശേഷമാണ് കാര്യക്ഷമമായത് നമ്മുടെ പൊതുവിതരണ സംവിധാനം. അപ്പോൾ സപ്ലൈകോയിൽ എല്ലാ ഇനങ്ങളും വന്നുവെന്ന് മാത്രമല്ല, 13 ഇനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുകയും ചെയ്തു. അത് ദീർഘകാലമാണ് തുടർന്നത്. UDF സർക്കാർ വരുമ്പോഴാണ് അതിന് പിന്നെയും ഇടർച്ച സംഭവിക്കുന്നത്. വീണ്ടും പിണറായിയുടെ 2 ഭരണകാലത്തും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയാൽ നമുക്കറിയാം, അങ്ങനെ ഈ പറയുന്ന 13 ഇനങ്ങളുടെ സബ്സിഡി ഉണ്ടായിരുന്നു. പിന്നെ വിശേഷാവസരങ്ങളിലെ കിറ്റ്, ഇതൊക്കെ സപ്ലൈകോ വഴിയാണ് സർക്കാർ കൊടുത്തത്. എന്നും മാത്രവുമല്ല, ഈ പറയുന്ന പറവൂരിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണാഘോഷത്തിന്റെ സമയത്ത് സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സതീശൻ തന്നെ സമ്മതിച്ചല്ലോ, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ജനങ്ങൾക്കത് ഗുണകരമാകുന്നു സപ്ലൈകോയുടെ ഇടപെടലെന്ന്. അപ്പൊ ഇതെല്ലാം ഉണ്ടുറങ്ങി ഉണർന്നപ്പോഴേക്കും എല്ലാം മറന്നുകൊണ്ട് ഒരു ധവളപത്രം മാത്രം ആയുധമാക്കിയെടുത്ത് പ്രതിപക്ഷത്തെ അങ്ങ് ഗളച്ഛേദം ചെയ്യാം, കഴിഞ്ഞ 10 വർഷത്തെ ഒരു കുറ്റപത്രമായി ധവളപത്രത്തെ മാറ്റാം എന്ന് ഔത്സുക്യം കാണിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന കേന്ദ്ര നിലപാടിനെ കാണാതെയായിപ്പോയി എന്ന ഒരു വലിയ വിമർശനം വി ഡി സതീശൻ ഇന്ന് അർഹിക്കുന്നുണ്ട്. സുജയ പാർവതി. ഓക്കെ, ജോഷി കുര്യൻ, വിസ്മയമാണോ അതോ ഉമ്മാക്കിയാണോ? ഇന്ന് നിയമസഭയിൽ ഉയർന്നു കേട്ട 2 വാക്കുകളാണ്. ജനത്തിന് കേൾക്കേണ്ടിയിരുന്നത് വിലക്കയറ്റം പരിഹരിക്കാൻ ഇടപെടാം എന്നുള്ള ഒരു ഉറപ്പായിരുന്നു, അത് കേട്ടതുമില്ല. സത്യത്തിൽ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിസ്മയിപ്പിക്കുന്ന ധവളപത്രം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. വിസ്മയിപ്പിക്കുന്ന ധവളപത്രമല്ല, വിസ്മയിപ്പിക്കുന്ന ഒരു ബജറ്റ് വരാൻ പോകുന്നു എന്നായിരുന്നു സത്യത്തിൽ വി ഡി സതീശൻ പറയേണ്ടിയിരുന്നത്. ഈ ധവളപത്രം എന്ന് പറയുന്ന ഒരു ഉമ്മാക്കി തന്നെയാണ്. ആ ഉമ്മാക്കിയാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ വേണ്ടത്? അത് പിണറായി വിജയനാണ് പറഞ്ഞതെങ്കിലും പിണറായി വിജയനാണ് പറഞ്ഞത് ഈ ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാനൊന്നും വരേണ്ട എന്ന് പിണറായി വിജയനാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം കൂടിയുണ്ട്. ഞാനൊരു കാരണം പറയാം. 2016, അതായത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് 2016 ജൂൺ 30 അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ഒരു ധവളപത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. 2016 ജൂൺ 30 ആ ധവളപത്രത്തിലും ഏതാണ്ട് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നാണ് പറഞ്ഞതെങ്കിൽ അന്ന് തോമസ് ഐസക്ക് പറഞ്ഞത് ശുദ്ധശൂന്യമായി പോയ ഖജനാവാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതായിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് അന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചകൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് കാശില്ല, ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ല, മാത്രവുമല്ല സംസ്ഥാനത്തിൻ്റെ
ഈ വരുമാനവും ചെലവും വരവും തമ്മിലുള്ള ഈ വ്യത്യാസം വളരെ കൂടുതലാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അന്ന് എന്നൊക്കെ തന്നെയായിരുന്നു അന്ന് തോമസ് ഐസക്കും പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ഈ പറയുന്ന വി ഡി സതീശന് സംസ്ഥാന ഖജനാവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഈ ധവളപത്രം എന്ന ഉമ്മാക്കി രണ്ടു കൂട്ടർക്കും ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. വി ഡി സതീശന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ഇന്ന്. അതായത് പിന്നെ നമുക്കറിയാമല്ലോ, ഇന്ധനവില കൂടി, മാത്രമല്ല ഈ പറയുന്ന പാലിൻ്റെ വില കൂട്ടി. ഈ സമയത്തൊക്കെ തന്നെ എന്താണ് ഇന്ന് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത്? അത് പലതവണ വില കൂട്ടി, എത്ര കൂടുമെന്ന് ഇപ്പോഴും അറിയില്ല, അതേക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിരുന്നില്ല, മറിച്ച് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, ഞങ്ങൾ പോസിറ്റീവായി തന്നെ ഇതിനെ കാണുന്നു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എസ് വിജയകുമാർ, വി ഡി സതീശനെ ഖദറിട്ട പിണറായി എന്ന് ഞാൻ വിളിച്ചാൽ ഒരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ വി ഡി സതീശനെ കാണുമ്പോൾ എനിക്ക് ഖദറിട്ട പിണറായി എന്ന് അദ്ദേഹത്തെ വിളിക്കാനാണ് തോന്നുന്നത്. മുണ്ടുടുത്ത മോദി എന്ന പിണറായിയെ വി ഡി സതീശൻ തന്നെയാണ് ആദ്യം വിളിച്ചതിൽ ഒരാൾ വി ഡി സതീശനാണ്. അന്ന് KPCC പ്രസിഡന്റാണ് ആദ്യം ആ പദം ഉപയോഗിച്ചത്. പിന്നീട് വി ഡി സതീശൻ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വി ഡി സതീശനെ ഖദറിട്ട പിണറായി എന്നാണ് വിളിക്കുന്നത്. എന്നോട് അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ പാനലിലുള്ളവർക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ. നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ പെട്രോൾ ഡീസൽ വില വർധനയുടെ സമയത്ത്, അന്ന് ആ പെട്രോൾ ഡീസൽ വില വർധന ഉയർന്നു നിൽക്കുന്ന സമയത്ത് സാമൂഹ്യക്ഷേമ സെസ് എന്നാണ് അതിന് 2 രൂപ കൂട്ടി അന്ന് സർക്കാർ. വലിയ വിമർശനം ഉണ്ടായി, ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടായി. ആ വിമർശനം പ്രതിപക്ഷം ഏറ്റെടുത്തു. പ്രതിപക്ഷ നേതാവ് അന്ന് വി ഡി സതീശൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് ഈ പെട്രോളിന്റെയും ഡീസലിന്മേലുള്ള ഈ അധിക സെസ് നിങ്ങൾക്ക് തന്നെ ബാധ്യതയാകും, അത് ഡീസലിന്റെ ഉപഭോഗം കുറയ്ക്കും. അങ്ങനെ കുറെ ഈ പറഞ്ഞ എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ ചേർത്തായിരുന്നു വി ഡി സതീശനാണ് അതിനെ വിശദീകരിച്ചത്. ആ പഴയ സൗണ്ട് ബൈറ്റുകളൊക്കെ കേട്ടാൽ അറിയാം. ആ 2 രൂപയെങ്കിലും അദ്ദേഹം കുറയ്ക്കണ്ടേ? ആ 2 രൂപ കുറയ്ക്കണ്ടേ? ആ സാമൂഹ്യ ക്ഷേമ സെസ് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ പറയണ്ടേ? ഞാനതൊരു ഉയർന്ന കോൺഗ്രസ് നേതാവിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പിൻവലിക്കാത്തത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, എടോ അത് പിൻവലിക്കും, ബജറ്റിൽ അത് പിൻവലിക്കാൻ വെച്ചിട്ടുണ്ട്, അത് ബജറ്റിൽ പിൻവലിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ബജറ്റ് രേഖ പുറത്തു അല്ല, ബജറ്റ് രഹസ്യം പുറത്തു പറയുന്നു എന്ന മട്ടിലല്ല. എന്നോട് ആ കോൺഗ്രസ് നേതാവ് ബജറ്റിൽ അത് പിൻവലിക്കുമായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ബജറ്റിൽ പിൻവലിക്കും എന്ന് പറയുമ്പോൾ ബജറ്റ് 19-ാം തീയതി വരുന്നത്, അതുവരെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതുവരെ ആ പണം ഖജനാവിൽ വരട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നുള്ളത്. നോക്കൂ, എത്ര തന്ത്രപരമായി എത്ര കൗശലത്തോടെയാണ് ഈ വിഷയത്തെ ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന്. ഇത് ഈ 2 രൂപ പിൻവലിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് കോൺഗ്രസിന്റെ UDF ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ വിഷയമാണ്. ആ സാമൂഹ്യക്ഷേമ സെസ് കൂടി ഇതിന് മേൽ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞ വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കെ പറയുന്നു, എന്താണ് ഇത്, അതിന് അന്ന് തോമസ് ഐസക് പറഞ്ഞ ചില ന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബജറ്റ് വരെ കാത്തിരിക്കണം, അപ്പോൾ അധിക നികുതി അതുവരെ കിട്ടുന്നത് കിട്ടിക്കോട്ടെ, ആ ബജറ്റിൽ എന്തൊക്കെയോ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പിണറായി വിജയനെ പോലെ തന്നെയാണ് ഈ വിഷയങ്ങളെ സമീപിക്കുന്നത്. ഖദറിട്ട പിണറായി എന്ന് അദ്ദേഹത്തെ വിളിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സർക്കാർ മാറിയിട്ടുണ്ടോ എന്ന് വേണുഗോപാലകൃഷ്ണന്റെ നേരത്തെ ചർച്ചയിലെ ചോദ്യം ഈ ഘട്ടത്തിൽ അന്വർത്ഥമാവുകയും ചെയ്യുന്നു. നമ്മൾ ആ കാലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, ആ മുഖം മാത്രമേ മാറുന്നുള്ളൂ. സ്വഭാവത്തിലും പ്രകൃതിയിലും ഒരു മാറ്റവുമില്ല, സഹിക്കുക തന്നെ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാൻ അപ്പോൾ ധവളപത്രം വരട്ടെ. ആ ധവളപത്രത്തിൽ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. എന്നിട്ട് അതിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്ന ആ ഒരു വിസ്മയം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ മാജിക് കാണിക്കാൻ വേണ്ടി വടിയെടുക്കാനും തൊപ്പിയെടുക്കാനും പോയിട്ടേ ഉള്ളൂ. ഒരു ഇടവേള. വികിടിച്ചോറിലേക്ക് വീണ്ടും സ്വാഗതം. തല മാറട്ടെ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു വിസ്മയമാണോ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇതുവരെ ഈ പാനലിൽ ഉയർന്നു കേട്ടത്. ഇങ്ങനെ നടക്കൂ എന്നുള്ളത് ജനത്തിന് മനസ്സിലായ ദിവസം കൂടിയാണ്. ആര് വന്നാലും തങ്ങളുടെ നിത്യജീവിതത്തിൽ ഇടപെടാനുള്ള താല്പര്യം എത്രയാണ് എന്ന് ജനം നോക്കിയിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ ആ വിഷയം കൊണ്ടുവന്നു. അതിന് പ്രതിപക്ഷത്തിന് അഭിനന്ദനങ്ങൾ. പല വിഷയങ്ങളുണ്ട്, പക്ഷേ അതിൽ ഈ വിഷയം തന്നെ തെരഞ്ഞെടുത്തത് അത് സമീപകാലത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം കണ്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇന്ധന നികുതി വർധനവുമായി ബന്ധപ്പെട്ട് വന്ന വാദങ്ങൾ, അതിൽ കഴിഞ്ഞ LDF സർക്കാർ ഇന്ധന നികുതി കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം വന്നിരുന്നു. അതായത് മുൻ
സർക്കാർ അപ്പോൾ നികുതി കുറച്ചോ? അതിലിവിടെ പാനലിൽ പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ അതൊരു കള്ളമാണോ? ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ 11ാം നിയമസഭ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് കൊടുത്ത ഒരു മറുപടി, അതിൽ നമുക്ക് തുടങ്ങാം. ഇന്ധനവില വർധനവിലൂടെ സർക്കാരിന് ലഭിച്ച അധിക വരുമാനത്തെക്കുറിച്ചും നികുതി കുറയ്ക്കുന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെ മുഖ്യമന്ത്രി കോട്ട് ചെയ്തതുകൊണ്ടാണ് ഞാനും ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനയിലൂടെ സർക്കാരിന്, അതായത് പിണറായി വിജയൻ സർക്കാരിന്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് കിട്ടിയ വരുമാനം, അധിക വരുമാനം എന്ന് പറയുന്നത് പെട്രോളിൽ നിന്ന് 349.83 കോടി രൂപ, ഡീസലിൽ നിന്ന് 481.84 കോടി രൂപ. അത് 2018 നവംബർ മാസം 30-ാം തീയതി വരെ കിട്ടി എന്നുള്ള മറുപടിയാണ് അന്ന് സഭയിൽ കൊടുത്തത്. അപ്പോൾ ഈ അധിക വരുമാനം കിട്ടുമ്പോൾ ആ നികുതിയുടെ ഒരു ഭാഗം അത് എങ്ങനെയാണ് അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത മാസം ജൂൺ 1-ാം തീയതി മുതൽ വിലയിൽ 1 രൂപ കുറയുന്ന രീതിയിൽ നികുതി നിരക്ക് കുറച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് ഒരു വിശദീകരണമാണ് ധനമന്ത്രി നൽകുന്നത്. അപ്പോൾ അന്നത്തെ ധനമന്ത്രി രേഖാമൂലം നിയമസഭയിൽ പറഞ്ഞ കാര്യം ഇന്ന് മറന്നുപോയതാണോ അതോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആ മണ്ടത്തരം എന്നുള്ള ഭാഗം മാത്രം എടുത്തു പറഞ്ഞതാണോ? അപ്പോൾ ഭീമമായ വിലവർദ്ധനവ് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ വ്യക്തമായ കാര്യമാണ്. വാണിജ്യ സിലിണ്ടറിന്റെ വില 1883 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 3133 രൂപയായിട്ടാണ് കൂടിയിരിക്കുന്നത്. ഹോട്ടലുകൾ, പ്രത്യേകിച്ചും ഈ ഇന്ധനവില വർധന വന്നതിന് ശേഷം സിലിണ്ടറുകൾ കിട്ടാതിരുന്ന കാലത്ത് ആളുകൾ കൂട്ടത്തോടെ, ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചു മടങ്ങിപ്പോകുന്നു. തൊഴിലാളികൾ ഇല്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് പണിയില്ലാത്ത സാഹചര്യം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് വിപണിയിൽ ഇടപെടുന്നതിനായി ഒരു പുതിയ സർക്കാരിന് എത്രത്തോളം ഇച്ഛാശക്തിയുണ്ട് എന്ന ചോദ്യവുമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കടന്നുപോയത്. അപ്പോൾ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുത്തു, സർക്കാർ മാറി, തല മാറി. പക്ഷേ മാറേണ്ട കാര്യം മാറിയോ? മാറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം. കഴിഞ്ഞ സർക്കാരും ഒന്നും ചെയ്തില്ല, ഈ സർക്കാരും ഒന്നും ചെയ്തില്ല. സപ്ലൈകോയിലൂടെ ഓണക്കാലത്തൊക്കെ ചില പൊടിക്കുള്ള ഇടപെടലുകൾ നടത്തിയതല്ലാതെ കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് കേന്ദ്രത്തെ വലിയ രീതിയിൽ കുറ്റം പറയുമല്ലോ. ഓരോ സർക്കാരും ചെയ്തത് എന്താണ് എന്നുള്ളത് ഓഡിറ്റ് ചെയ്യാൻ തയ്യാറാകട്ടെ. ഇപ്പോൾ ധവളപത്രം ഇറക്കും, നിങ്ങൾ ചെയ്തത് മൊത്തം മോശമാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് VD സതീശന്റെ വെല്ലുവിളിയുടെ പ്രധാനപ്പെട്ട ഒരു ആധാരശിലയായി ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന്. പക്ഷെ പേടിപ്പിക്കാനുള്ള ധവളപത്രം തന്നെയാണ് കൊണ്ടുവരുന്നത്. ആ ധവളപത്രം അവതരിപ്പിച്ച് എല്ലാം ചെയ്തു വെച്ചത് പിണറായി സർക്കാരാണെന്ന് വരുത്തിയതിന് ശേഷം ഒരു ബജറ്റ് കൊണ്ടുവരിക, ആ ബജറ്റിൽ നികുതി കുറയ്ക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കേമനാണ് താൻ, കേമത്തമുള്ളവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കും എന്ന് വരുത്തി തീർക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് വിലക്കയറ്റത്തിന്മേൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്താൽ ഇതൊക്കെ നടക്കുമോ? മുന്നോട്ടുള്ള തിരക്കഥ പാളില്ലേ? അപ്പോൾ ആ സീൻ ബൈ സീനെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ എന്റെ ബോധ്യം. ചർച്ചയിലേക്ക് അപർണ. അല്ല സുജയ, അത് ഓക്കെ, ടാക്സിന്റെ കാര്യത്തിൽ അപ്പം ഈ രോഗികളുടെ കാലിൽ പുഴു അരിക്കുന്നതും മറ്റേ ഞരമ്പ് മുറിക്കുന്നതും ഇനി മറ്റേ എന്താ പറയാ മുറിപ്പെടുത്തി സുഖപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ആ ഒരു ടാക്ടിക്സ് അല്ലേ പറഞ്ഞത്? അതെന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. പക്ഷെ എനിക്ക് സുജയോടല്ല, എനിക്ക് ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിൽ അപർണ പറഞ്ഞതുകൊണ്ട് ആരോഗ്യമന്ത്രി K മുരളീധരൻ ചോദിച്ചു വാങ്ങിയ വകുപ്പാണ്. അദ്ദേഹത്തിന് ഇടപെടണം എന്ന് താല്പര്യമുള്ള ഒരു വകുപ്പുമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. കാരണം കൊളാപ്സായി കിടക്കുന്ന, അതായത് വലിയ രീതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ എത്ര നന്നായി ഭരിച്ചാലും സർക്കാർ എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിയാലും 35 സീറ്റിൽ അവിടെ ഇരുന്നോളൂ, കടക്കു പുറത്തെന്ന് ജനം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും തന്നെയാണെന്നുള്ളത് അപർണയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ അന്ന് ചെയ്തു വെച്ചതെല്ലാം കൂടി ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ശരിയാക്കാനായിട്ടുള്ള വിസ്മയ മാജിക് വാൻഡൊന്നും എന്തായാലും K മുരളീധരന്റെ കയ്യിലുള്ള സിസ്റ്റത്തിന്റെ എറർ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണത്തിലില്ലാതിരുന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എററുകൾ അത് ഇവർ ഭരണത്തിൽ വന്നതുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. അവിടെ ആ സിസ്റ്റത്തിനുള്ളിൽ ഉണ്ടായിരുന്നിട്ടുള്ള തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തുടരുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ മാറ്റണം. സിസ്റ്റത്തിന്റെ അല്ലാതെ ഒരു മന്ത്രിയുടെ കുറ്റമാണ്, സർക്കാരിന്റെ കുറ്റമാണ് എന്നൊരു അംഗീകരിച്ചല്ലോ. അത് മന്ത്രിയുടെ കുഴപ്പമല്ല, സിസ്റ്റത്തിന്റെ അല്ല. കഴിഞ്ഞ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടായത് എങ്ങനെയാണ്? അതിനു മുൻപ് 2 ഭരണം അല്ല പറഞ്ഞ 2 ഭരണം 5 വർഷം ചെയ്ത പിണറായി 1, പിണറായി 2. പിണറായി 1-ാം സർക്കാരിന്റെ കാലത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇല്ല, എല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് കേരളത്തിൽ ഉണ്ടായത്. കേരളം തന്നെ ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അപർണയ്ക്ക് തൃപ്തിയാകുമെങ്കിൽ ഈ വനം വന്യജീവി ആക്രമണത്തിലും അങ്ങനെയാ. ഇത് തീരുമാനിച്ചു വരുമ്പോഴേക്കും 2 പേരും മരിച്ചു. ഇനി എത്ര ആൾക്കാർ ഈ കാട്ടാനോട് കൂടെ ഒന്ന് പറയാൻ ഏർപ്പെടുത്താക്കണം. അവരെല്ലാം UDF സർക്കാർ വന്നതുകൊണ്ട് ഒരു വിഷയം ബാലിശമായാണ്. അവരുടെ കോമഡിയൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് പക്ഷേ എനിക്ക് പിന്നെ ജോഷിയോടും സുജയോടല്ല, എനിക്ക് വിജയകുമാറിനോട് ഒരു കാര്യം പറയാറുണ്ട്. കാരണം ഖദറിട്ട പിണറായി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഖദറിട്ട പിണറായി എന്ന് പറയുന്നിടത്ത് വളരെ പെട്ടെന്ന് ഇങ്ങനെ VD സതീശൻ പിണറായിയുടെ ഒരു കോപ്പി ക്യാറ്റാണെന്ന് പറഞ്ഞൊരു ചർച്ച വഴിതിരിച്ചുവിടാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ
അപ്പം ഇനി തമാശയെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊരു 3 പോയിന്റ് വെച്ച് പറഞ്ഞേക്കാം. ഒന്ന്, ജനങ്ങളൊക്കെ അറിയുന്നതാണല്ലോ, ഒന്ന് ഡിവിസിബിൾ പൂൾ കൊള്ള നടക്കുന്നുണ്ട്. നികുതിയുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇനി അറിയാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ കേന്ദ്രം നികുതിയുടെ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അത് മുഴുവൻ സെസ്സും സർചാർജുമായി മാറ്റിയ കേന്ദ്രമാണ്. ഇത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഈ ഇന്ധന നികുതിയിൽ പോക്കറ്റ് അടിക്കുന്നു. 50 തൊട്ട് 55% വരെ നമ്മൾ ഈ കൊടുക്കുന്ന പെട്രോൾ വിലയുടെ അതിന്റെ സിംഹഭാഗവും പോകുന്നത് കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി സെസ്സുകളിലേക്ക്. ഇനി സപ്ലൈകോ, നേരത്തെ റേഷൻ വിഷയം വരുന്നുണ്ട്. സപ്ലൈകോ പ്രതിസന്ധിയിലായത് കേന്ദ്രം സംസ്ഥാനത്തിന് തരാനുള്ള ഭക്ഷ്യ സബ്സിഡി കുടിശ്ശിക കോടിക്കണക്കിന് രൂപയാണ്. അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് ഗോതമ്പും അരിയും കിട്ടുന്ന OMMS പദ്ധതിയൊക്കെ നിർത്തലാക്കി. ഇനി ഈ ആനയുടെ വിഷയം പറയണല്ലോ, അത് വലിയ വിഷയമായിരുന്നല്ലോ, അത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണല്ലോ LDF സർക്കാരിനെ. 2022 ഒരു നിയമ ഭേദഗതി വരുന്നു. അത് കേന്ദ്രത്തിന്റെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് ആണ്. അങ്ങനെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിന്റെ പരിധിയിലായി. ഏതെങ്കിലും കൃഷിയിടം നശിപ്പിക്കുന്ന ജീവികളെ വെടിവെക്കാൻ അധികാരം നൽകിയിരുന്ന ഷെഡ്യൂൾഡ് 5 പോലും കേന്ദ്രം ഇല്ലാതാക്കി. ഫണ്ട് വെട്ടിക്കുറച്ചു. അതായത് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള ഫണ്ട് പോലും കേന്ദ്രം വെട്ടിക്കുറച്ചു. അങ്ങനെ എല്ലാ വഴിക്കും സംസ്ഥാനത്തിന് അധികാരമില്ല, അധികാരം പൂട്ടിയിട്ടു, ഫണ്ടുകൾ കുത്തനെ വെട്ടിക്കുറച്ചു. VD സതീശൻ സർക്കാരല്ലോ യഥാർത്ഥ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണ് എന്നുള്ളത് ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് പറയാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണം ഇപ്പോൾ. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിലുള്ള പ്രതിപക്ഷ വിമർശനം കേൾക്കേണ്ടി വരും. VD സതീശൻ ഇപ്പോൾ ഭരിക്കാൻ അറിയില്ലെന്നാണോ അപർണ പറയുന്നത്? ഭരിച്ചു തുടങ്ങട്ടെ. ഞാനിപ്പോ വിജയകുമാർ അങ്ങയുടെ പറഞ്ഞു. ഞാൻ അതിൽ എന്ത് ചോദ്യം എന്താ അല്ല, ഖദറിട്ട പിണറായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് മുഴുവൻ കാണിച്ചു വെക്കുന്നതും. മനോരോഗി ആരാണെന്നുള്ളതാണോ ചോദ്യം? മുണ്ടെടുക്കാത്ത അതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് അപർണ പറയുന്നത്. കാണിച്ചു വെക്കുന്നതിന് ഖദറിട്ട പിണറായിയും ഖദറില്ലാത്ത പിണറായിയും പറയണ്ട. ഒറ്റ ചോദ്യം, മുണ്ടെടുക്കാത്ത മോദി കാണിച്ചു വെക്കുന്നതിന് ഖദറിട്ട പിണറായിയോ ഖദറില്ലാത്ത പിണറായിയോ പറഞ്ഞിട്ട് കാര്യമില്ല വിജയകുമാറേ എന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് മോദിയെ മാറ്റി നിർത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരളം ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും ഈ സർക്കാരിന്റെ കാലത്തും ചർച്ച ചെയ്യുകയാണ്. നമ്മൾ ഇന്ധന നികുതി ഉദാഹരണമായി എടുത്താൽ, അന്ന് ഇന്ധന നികുതി അധിക നികുതി സർക്കാർ ഒഴിവാക്കിയില്ല. അധിക നികുതി അതിന്റെ ആനുകൂല്യം പോരട്ടെ എന്ന് വിചാരിച്ചു. VD സതീശനും പോരട്ടെ എന്ന് വിചാരിക്കുന്നു. വിജയകുമാർ 2018 ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയില്ല ഒറ്റയടിക്ക് പറയല്ലേ? അല്ല, അങ്ങനെ ഒഴിവാക്കി. കേന്ദ്ര സർക്കാർ 10 രൂപ ഡീസലിനും പെട്രോളിനും അധിക നികുതി എക്സൈസ് ഡ്യൂട്ടി കുറച്ചല്ലോ ഫെബ്രുവരിയിൽ. അത് ഈ ചർച്ചയിൽ ഉന്നയിക്കാവോ? അങ്ങനെയാണെങ്കിൽ തുടങ്ങി കഴിഞ്ഞ് മാത്രമല്ല എസ് വിജയകുമാർ എല്ലാ സംസ്ഥാനങ്ങളും കുറച്ചത് എത്രയാണ് എന്നത് കൂടി പറഞ്ഞു പോട്ടെ. 10 രൂപ കുറച്ചു, 10 രൂപ പെട്രോളിനും 10 രൂപ ഡീസലിനും കുറച്ചു. എത്ര കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചു? അല്ല, അതൊരു വലിയ കേന്ദ്രം കുറയ്ക്കുന്നത് പോലെയാണോ സംസ്ഥാനം കുറയ്ക്കുന്നത്? രണ്ടല്ലേ? അല്ല, അത് നമുക്ക് വേറൊരു ചർച്ചയാണല്ലോ. അതൊരു വേറൊരു ചർച്ചയാണല്ലോ. അത് കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചതിന്റെ കാരണം അല്ല, കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചതിന്റെ കാരണം അല്ല. ഒരു സെക്കൻഡ് കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചതിന്റെ കാരണങ്ങളെ പറ്റി ധവളപത്രത്തിൽ ഉണ്ടാകും എന്ന് VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ധവളപത്രം വായിക്കട്ടെ, നമുക്ക് അന്ന് വിശദമായി ചർച്ച ചെയ്യാം. വന്നു നോക്കാം. ഞാൻ പറഞ്ഞതല്ല, ആ സർക്കാരിന്റെ കാലത്ത് നമ്മൾ തുടങ്ങി വെച്ച ചർച്ചകൾ ഇപ്പോൾ അന്ന് വയറ്റിൽ കത്രിക കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കാലിൽ പുഴുവരിക്കുന്നു. അതിന്റെ തുടർച്ചയുള്ളതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. അതിൽ തെറ്റുണ്ടെന്ന് തോന്നില്ല, ഞാൻ അത് ഉറച്ചു നിൽക്കുന്നു. എനിക്ക് അപർണയോട് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വളരെ മൗലികമായ ചോദ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് ശേഷം അധിക നികുതി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പോലെ അത് ഉപേക്ഷിച്ചുകൂടെ എന്ന് CPM നേതാക്കളോട് ഈ കഴിഞ്ഞ 2 ടേമിലും ചോദിച്ച സമയത്ത് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന വിജയരാഘവന്റെ ഒരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയോ? അത് കൂട്ടിയവർ കുറച്ചാൽ മതി എന്നാണ്. കൂട്ടിയവർ ആരാണ്? കേന്ദ്ര സർക്കാർ. അപ്പൊ കേന്ദ്ര സർക്കാർ കുറച്ചാൽ മതി. അതിന്റെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ അധിക നികുതി വേണ്ട, അത് ഉപേക്ഷിക്കണമെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ BJP സർക്കാരിനെ സഹായിക്കുകയാണ്, BJPയെ സഹായിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലും BJPയെ സഹായിക്കാനാണോ ഇന്ധന നികുതി അധിക നികുതി ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് നിങ്ങൾ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇടതുമുന്നണി ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. എന്തുകൊണ്ട് പെട്രോൾ ഡീസൽ വില വർധന കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നു,
അതിന്റെ നേട്ടം മുഴുവൻ കേന്ദ്രം കൊണ്ടുപോകുന്നു. അതിന്റെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് കേരളത്തിലെ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ സമരം നടത്തുന്നു. ഇത് ശരിയാകുന്നില്ല, നിങ്ങൾ കേന്ദ്ര സർക്കാരിനോട് അത് കുറയ്ക്കാൻ പറയൂ എന്നാണ് അന്ന് ഇടതുമുന്നണി പറഞ്ഞത്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കൂട്ടിയവർ കുറയ്ക്കട്ടെ എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ സമുന്നതനായ PB അംഗം വിജയരാഘവൻ പറഞ്ഞ നിലപാട് ഇന്നത്തെ CPM ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും KN ബാലഗോപാലിനും അതേ നിലപാട് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് VD സതീശൻ സർക്കാരിനോട്, മുഖ്യമന്ത്രി VD സതീശനോട് അത് കുറയ്ക്കുക, അധിക ബാധ്യത ഒഴിവാക്കണം, ജനങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തോമസ് ഐസക് പറയുന്നത് പോലെ ആ മണ്ടത്തരം ഞങ്ങൾ ചെയ്യണോ എന്നാണ് VD സതീശൻ ചോദിച്ചത്. ഇടതുപക്ഷം ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ഈ ചെയറിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് കുറച്ചും കൂടെ മയത്തിലാണ് പറയുന്നത്. അന്ന് എന്ത് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ഈ സ്ഥിതി അന്ന് കൃത്യമായിട്ട് പറയാം. പരിമിതമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സാണ്. GST വന്ന സമയത്ത് ആകെ കിട്ടാനുള്ളത് ലിക്കറുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിൽ നിന്നുള്ള നികുതി കൂടെ വേണ്ടാന്ന് വെച്ചാൽ ശമ്പളം ഒന്നും കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനൊന്നും മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു സ്പെസിഫിക് ടാക്സ് ഉണ്ടായിരുന്നു, ഒരു സ്പെസിഫിക് ടാക്സ് എമൗണ്ട് ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ വില ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടി, സെസ് കൂട്ടി, ഇതൊക്കെ കൂട്ടി ലാഭം കൊയ്തു. അപ്പോൾ ഈ കേന്ദ്രം കൂട്ടി ഈ അമിത ഒരു നികുതിയുണ്ട്. ഇത് തിരിച്ചു പിടിക്കാതെ സംസ്ഥാനത്തോട് നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നത് അതൊരു ഫെഡറൽ ലംഘനമാണ്. അതാണ് CPM പറഞ്ഞത്. ഒറ്റ കാര്യം കൂടിയുള്ളൂ, സെസ് എന്ന് പറഞ്ഞു റവന്യൂ പൂൾ മാത്രമാണ്. അപ്പോൾ ഈ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് വഴി കിട്ടുന്ന 2 രൂപ വഴി കിട്ടുന്ന തുക മുഴുവൻ 60 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവരുടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഫണ്ടിലേക്കാണ് നേരിട്ട് പോയത്. ആ സമയത്ത് ആ വരുമാനമില്ലാതായി പോയാൽ ഈ ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാവുമായിരുന്നു. ഇതൊക്കെ ക്ഷേമപ്രവർത്തനങ്ങളുടെ പണം തിരികെ കൊടുക്കുന്നുണ്ടെന്നാണ് ഇടതുപക്ഷം അന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെയൊന്നുമല്ല, ഇവിടെ ഒരു നികുതി ഭീകരതയാണ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഇത് വന്നിരുന്നിട്ട് പഠിക്കട്ടെ എന്ന് പറയുന്നതിലൊരു വിഷയമുണ്ട്. അങ്ങനെ പറയരുത് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അപ്പോഴും ഇടതുപക്ഷം കേന്ദ്ര സർക്കാർ ഇതിന്റെ പിറകിലുണ്ട് എന്ന് പറയുന്നില്ലല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ തന്നെയാണ് VD സതീശനും പറയുന്നത്. അപ്പൊ VD സതീശനും ആനുകൂല്യം കൊടുത്തു. നിങ്ങൾ എന്തിനാണ് KN ബാലഗോപാൽ ഇന്ന് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്? ഭരണത്തിൽ ഇറങ്ങുമ്പോഴും ഭരണത്തിലുള്ളപ്പോഴും ഒരേ നിലപാട് വേണ്ടേ? അല്ല, തിരിച്ചും വേണ്ടേ? പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും ഒരേ നിലപാട് വേണ്ടേ? അതെന്താ ഇല്ലാത്തെ? അത് വേണ്ടേ? അതെ, ഞാനത് ചോദിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്. മുണ്ടുടുത്ത പിണറായിയാണ്, അല്ല ഖദറിട്ട പിണറായിയാണ് VD സതീശൻ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ പരാമർശം തന്നെ അങ്ങനെയാണല്ലോ. ഈ ചോദ്യം ചോദിക്കാൻ തിരിച്ചുമില്ല ചോദിക്കാൻ ധാർമ്മികത. പക്ഷെ അപ്പോൾ വിഷയത്തിൽ ആർക്ക് കേന്ദ്ര സർക്കാരാണ് കൂട്ടിയത്, തർക്കമില്ല, അതിൽ തർക്കമില്ലല്ലോ. UDF സർക്കാർ അത് മനസ്സിലാക്കണം. UDF സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം തമ്മിലുള്ള എന്തോ ഒരു പാഠം പഠിപ്പിക്കലാണോ ഇത്? ഞാൻ അതിന്റെ ഭാഗമൊന്നുമല്ല, ഞാൻ അവിടെ നിന്ന് പുറത്തുനിന്ന് കാണും, ഞാൻ അതിന്റെ ഭാഗമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു LDF പറയുന്നത് പോലെയുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിതി എന്താണെന്ന് UDF മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ. അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അപർണ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണല്ലോ VD സതീശൻ. അതൊക്കെ പിടികിട്ടി. ഞാൻ ചോദിക്കുന്നു, S. വിജയകുമാർ, VD സതീശൻ ഇന്ന് നിയമസഭയിൽ ധവളപത്രത്തെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്. സാങ്കത്യം എന്തായിരുന്നു ഞാൻ ചോദിച്ചത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സാമ്പത്തിക സ്ഥിതി വ്യക്തമാകട്ടെ, എങ്കിലല്ലേ വിലക്കയറ്റം കുറയ്ക്കാൻ ആവശ്യമായ പൂച്ച വെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ പൂച്ച വെറ്റ് കിടക്കുകയാണോ, പൂച്ച വെറ്റെഴുന്നേറ്റോ എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ പറഞ്ഞ? അല്ല, ഇതൊക്കെ നോക്കാതെയാണോ പൂച്ച? അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഇത്രയും കാലം സമരം നടത്തിയപ്പോ അല്ല ഇതൊന്നും അറിയാതെയാണോ ഈ സമരം നടത്തിക്കൊണ്ടിരുന്നത്? എന്തൊരു തമാശയാണ് നോക്കണേ. പൂച്ചയുണ്ടോ അതിനകത്ത്, മരപ്പട്ടിയുണ്ടോ, ഇതൊന്നും അറിയാതെ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്? ഇതൊക്കെ അറിയാത്ത ആൾക്കാരാണോ UDF? എല്ലാം ഞങ്ങൾ പഠിക്കട്ടെ എന്ന് ഇതുവരെ സമരം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ആരോഗ്യവകുപ്പിനാരും എടുത്തു പറയും, ഇത്ര കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇനിയാണോ പഠിച്ചിട്ട് വരുന്നത്? അപ്പോഴേക്കും എത്ര ആൾക്കാർ ആന ചവിട്ടിക്കൊല്ലും, എത്ര ആൾക്കാർ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഈ പെരുവഴിയിലാകും? ഇതൊക്കെ ഇനിയാണോ പഠിക്കുന്നത്? ഇപ്പൊ ഇത്രയും കാലം പഠിച്ചില്ലേ? 10 കൊല്ലം ഭരിച്ചിട്ടും പഠിക്കാത്തവർക്ക് 2 ആഴ്ച സമയം കൊടുത്തുകൂടിയാ പറഞ്ഞ? ആ ജനങ്ങളുടെ കാര്യം കഷ്ടം. അത്ര എല്ലാവർക്കും 10 കൊല്ലം ഭരിച്ചവർക്ക് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കാനും പരിഹരിക്കാനും പറ്റിയില്ലല്ലോ. ഇതൊന്നും ആനത്താരയിലൂടെ ആന വരുന്നത് VD സതീശനെ കണ്ടിട്ടൊന്നും അല്ലല്ലോ. കറക്റ്റ്. പിണറായി വിജയനെ കണ്ടിട്ടായിരുന്നു. എന്ത് ചെയ്യാനാ? പിണറായി വിജയനെ അല്ല, AK ശശീന്ദ്രൻ എന്നൊരു വനമന്ത്രി ഉണ്ടായിരുന്നു. അത്ര ദുർബലമായ ഒരു വകുപ്പുമായിരുന്നു. ഭരിക്കാൻ അറിയാവുന്ന ഒരാളെ വനവകുപ്പ് ഏൽപ്പിക്കണമായിരുന്നു. അല്ല, അതൊന്നും അങ്ങോട്ട് അറിയിക്കണം. അല്ല, അത് അറിയിച്ചതുകൊണ്ടാണ്
കൊണ്ടാണല്ലോ അല്ല, എനിക്ക് തോറ്റത്. തോന്നുന്നുണ്ട് അല്ല, അറിയിച്ചത് കൊണ്ടാണല്ലോ എലത്തൂരിൽ തോറ്റത് പറഞ്ഞ. അതേ ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. ആ വോട്ട് ചെയ്ത അതേ ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അതായത് അതല്ല, ഇതിപ്പോ എല്ലാ കുറ്റവും, അതായത് എല്ലാ കുറ്റവും വി ഡി സതീശന്റെ അല്ല. അപർണ പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ സൽഗുണ സമ്പന്നനായ ഭരണാധികാരി, എല്ലാ കുറ്റവും വി ഡി സതീശന്റെ തലയിലേക്ക്. എന്റെ സുജയ, ജപ്പാനിൽ സുനാമി വന്നാൽ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷമായിരുന്നില്ലേ ഇപ്പോൾ സർക്കാരായിട്ടിരിക്കുന്നത്? ജപ്പാനിൽ സുനാമി വന്നാൽ രാജിവെക്കണമെന്ന് ആരാണ് പറഞ്ഞത്? ആ മട്ടിലൊക്കെ എത്രയോ പറഞ്ഞു പോയിരിക്കുന്നു. ഇനി അത് ഒന്നുമില്ല. ക്യൂബയും പോളണ്ടും എല്ലാം കടന്ന് കേരളത്തിലെ വിഷയങ്ങൾ സംസാരിക്കുന്ന നേതാക്കളുള്ളത് ഏത് പാർട്ടിയിലാണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. വേണുഗോപാലകൃഷ്ണൻ അങ്ങയിലേക്ക്. ഇടയ്ക്കൊന്ന് കട്ടായി പോയിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല സുജയ പാർവതി. അതായത് അപർണക്കുറുപ്പ് പറയുന്നത് വി ഡി സതീശൻ സർക്കാർ വന്നതിന്റെ കുഴപ്പമാണ് ഈ ആന ഇറങ്ങുന്നത്, ആളുകളെ ചവിട്ടിക്കൊല്ലുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അപാകതകൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ കുഴപ്പമാണ് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, പുഴുവരിച്ച രോഗിയുടെ, അതെല്ലാം നമുക്ക് നമ്മുടെ മുന്നിലുള്ള സിസ്റ്റമിക് എററാണ് എന്ന് ജോഷി നേരത്തെ പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരു സർക്കാർ മാറിയതുകൊണ്ട് പൊടുന്നനെ ഇതെല്ലാം പെട്ടെന്ന് ഒരു മാജിക് വാൻഡ് എടുത്തതുപോലെ പരിഹരിക്കാൻ സാധിക്കുമെന്ന്? തീർച്ചയായിട്ടും അങ്ങനെ കരുതിക്കൂടാ. ഈ പറയുന്ന കൂളിംഗ് ഓഫ് പീരീഡ് ഒക്കെ അവരുടെ സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഈ ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സപ്ലൈകോയ്ക്ക് 3000 ചില്ലാനം കോടിയുടെ എന്താ പറയണ്ടത് 3000 അടുപ്പിച്ച് കോടിയുടെ ബാധ്യത അത് ഈ കൊടുക്കാതെയാണ് കഴിഞ്ഞ സർക്കാർ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ ഇനി ഇടപെടണമെങ്കിൽ ആ പണം ആദ്യം കൊടുത്തു തീർക്കണം, നിങ്ങൾ ഉണ്ടാക്കിയ കടമല്ലേ. അപ്പോൾ ഈ പൈസ എടുത്ത് ഞങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുക, വില നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുക എന്ന് വി ഡി സതീശൻ പറഞ്ഞു. അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. 2006 മുതൽ ആണ് മോശമായി കിടന്നിരുന്ന ഈ പൊതുവിതരണ സംവിധാനത്തെ PS സർക്കാരിൻ്റെ കാലത്ത് ബലപ്പെടുത്തിയത്. 2016 മുതൽ അതിനൊരു തുടർച്ച ഉണ്ടായിട്ടുണ്ട്. 2026 വരെ എന്നത് നിസ്തർക്കമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എസ് വിജയകുമാർ പറയുകയുണ്ടായി ഇവിടെ ഈ 2 രൂപയുടെ സെസ് ഒഴിവാക്കിക്കൂടെ എന്ന്. ഈ 2 രൂപയുടെ സെസ് എന്ന് പറയുന്നത് അപർണക്കുറുപ്പ് പറഞ്ഞത് ശരിയാണ്. 32 ലക്ഷം പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അതും 600 രൂപ. അത് പിണറായി സർക്കാരിൻ്റെ കാലം വരുമ്പോൾ അത് 62 ലക്ഷമായി ഉയരുകയാണ് അതിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം. 2000 രൂപയാവുകയാണ് അവർക്ക് പ്രതിമാസത്തെ ക്ഷേമ പെൻഷൻ. 13,000 കോടിയാണ് ഒരു വർഷം സർക്കാരിന് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത്. കേരളത്തെ സംബന്ധിച്ചതൊരു വലിയ തുകയാണ്. നമ്മൾ എവിടെ നിന്നത് കണ്ടെത്തും? അതിനായിരുന്നു ഈ 2 രൂപയുടെ സെസ്. പുട്ടടിക്കാനായിരുന്നില്ല നമ്മളത് ഉപയോഗിച്ചത്. ഇപ്പോൾ തന്നെ വി ഡി സതീശൻ സർക്കാർ ഈ 2 രൂപ അധിക സെസ് എടുത്തു കളയേണ്ടതുണ്ട്, അത് ജനദ്രോഹപരമാണ് എന്ന് പറയുന്നുണ്ടല്ലോ സുജയ പാർവതി. ഈ വനിതകൾക്ക്, സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ KSRTCയിൽ സൗജന്യ ബസ് യാത്ര, അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇപ്പം ഈ ഇന്ധന വില വർധനയുടെ ഏറ്റവും വലിയ ദോഷം അനുഭവിക്കാൻ പോകുന്നത് അധികമായി KSRTC കൂടിയല്ലേ. ഈ ഡീസലിന്റെ വില വർധന സ്വാഭാവികമായിട്ടും KSRTC കൂടുതൽ പ്രതിസന്ധിയിലാക്കില്ലേ. അപ്പോൾ സർക്കാർ അതിനനുസരിച്ചുള്ള സബ്സിഡി കൊടുക്കേണ്ടി വരും. അതുകൂടാതെയാണ് ഈ സൗജന്യ ബസ് യാത്രയും കൂടെ അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുമായി. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള സെസ് അല്ലെങ്കിൽ മറ്റ് ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകമായി പരിഗണന അർഹിക്കുന്നു എന്ന് സർക്കാർ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ ആ നിലയിൽ തന്നെയാണല്ലോ കാണേണ്ടത്. അപ്പോൾ വി ഡി സതീശൻ സർക്കാരിന്റെ ഗ്യാരണ്ടികളെ എങ്ങനെ തുറന്ന മനസ്സോടെയോ നമുക്ക് കാണണോ അതേ തുറന്ന മനസ്സ് ഈ 2 രൂപ സെസ്സിന്റെ കാര്യത്തിലും വി ഡി സതീശൻ കാണണമായിരുന്നു. കാരണം അത് പോകുന്നത് 62 ലക്ഷം പേരിലേക്കാണ്, പാവപ്പെട്ടവരിലേക്കാണ്. അവരിൽ കോൺഗ്രസ്സുകാരുണ്ടാകുമല്ലോ. അത് വേണ്ടായിരുന്നു എന്ന നിലപാട് ഏതെങ്കിലും കോൺഗ്രസ് കുടുംബങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ 1 രൂപയുടെ സെസ് അത് കിഫ്ബിക്കുള്ളതായിരുന്നു. ആ കിഫ്ബിയുടെ സംവിധാനം വേണ്ട എന്ന് ഈ 140 മണ്ഡലങ്ങളിലും അതിന്റെ ഗുണങ്ങൾ എത്തുമ്പോൾ 23 അല്ലേ വിജയ, 23 കോൺഗ്രസ് MLA അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഇല്ല. അന്ന് അതെല്ലാം നീതിപൂർവ്വം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള വി ഡി സതീശനാണ് നമുക്ക് ഓർമ്മയുള്ളത്, അല്ലേ വിജയ? ജി സുധാകരന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഏറ്റവും നീതിപൂർവ്വം അത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നീതിപൂർവ്വം ചെയ്യാൻ ആകെക്കൂടി വരുമാനം എന്ന് പറയുന്നത് കിഫ്ബിയെ സംബന്ധിച്ച് ഈ പറയുന്ന റോഡ് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. ഈ 1% സെസ്, ഇന്ധന സെസ് ഇതിലൂടെയൊക്കെ വരുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ധനാഗമ മാർഗങ്ങൾ. അതിലൂടെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പണം കണ്ടെത്തിയിട്ടുള്ളത്, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പണം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സർക്കാർ വന്നിട്ട് കാര്യക്ഷമമായ ഒരു ബദൽ മാതൃക കൊണ്ടുവന്നത് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം സുജയ പാർവതി. ഇപ്പോൾ ഈ എന്താ പറയുക, സാമൂഹ്യ സുരക്ഷയ്ക്ക് 2% സെസ്, റോഡ് ടാക്സ്, ഇന്ധന സെസ്, ഇങ്ങനെ കിഫ്ബിക്കുള്ള സഹായം, ഇങ്ങനെയൊക്കെയാണല്ലോ ഇത് പോയത്. അതുപോലെ കഴിഞ്ഞ സർക്കാർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നെല്ല് സംഭരണം. നെല്ല് സംഭരണത്തിൽ സൊസൈറ്റികളെയാണ്, സഹകരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയത്.
എന്നാൽ ഈ സർക്കാർ ഇപ്പോൾ വന്നു, കൃഷിമന്ത്രി കർഷകരുമായി ഇന്നാണ് സംസാരിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം നല്ല ആശ്വാസം കിട്ടിയിരിക്കുന്നു. സഹകരണ സൊസൈറ്റി വഴിയുള്ള ഈ പണം, ഈ പറയുന്ന സംഭരിച്ച നെല്ലിന് പണം കൊടുക്കുന്ന സംവിധാനം നിർത്തുന്നു എന്ന് പറഞ്ഞു. പകരം കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്കുമായിരിക്കും ഈ പറയുന്ന പുതിയ മാർഗമെന്ന് പറയുന്നു. അതൊരു വലിയ കാര്യമാണ്. നാഷണലൈസ്ഡ് ബാങ്കുകളിലൂടെയാണ് അത് വരാൻ പോകുന്നതെന്ന് അതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ സർക്കാരിൽ നിന്നൊരു ചുവടുമാറ്റം ഉണ്ടാകുന്നെന്ന് മാത്രമല്ല, ഒരു വിഷൻ ഉണ്ട് അതിനകത്ത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഈ സർക്കാരിനെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ധവളപത്രം എടുക്കുന്നത് വരെ നിങ്ങളെ ഗൺ പോയിന്റിൽ നിർത്തും, അതുവരെ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന സമീപനം ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കൃഷിമന്ത്രിയെ മാതൃകയെ എടുക്കേണ്ടതാണ്. പിന്നെ ഈ സുജയ പാർവതി ചോദിച്ച ചോദ്യത്തിനോട് വേഗം മറുപടി പറയാം. ഈ പറയുന്ന കാട്ടാന ചവിട്ടി 3 ആളുകൾ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പുതിയ സർക്കാരാണ്. അവർക്കിത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായേണ്ടതുണ്ട്, അതിനുള്ള സാവകാശം കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആരോഗ്യരംഗം അങ്ങനെയല്ല. ആരോഗ്യരംഗത്തിൽ അവർ കോൺക്ലേവ് സംഘടിപ്പിച്ചതാണ്, ഹെൽത്ത് കോൺക്ലേവ്. അടിയന്തരമായി പരിഹാര മാർഗങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്ന് അന്ന് ഗർവാണം മുഴക്കിയതാണ്. അപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിയ മേഖലയിലെങ്കിലും പുഴുവരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ ഇരിക്കാനുള്ള മുൻകരുതൽ ഈ സർക്കാർ എടുക്കേണ്ടതുണ്ട്. അതിനൊരു കൂളിംഗ് ഓഫ് പീരീഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് കൂളിംഗ് ഓഫ് പീരീഡ് ഇല്ല എന്ന വേണു ബാലകൃഷ്ണന്റെ വാക്കിൽ നിന്ന് നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുന്നു. തിരിച്ചു വരാം ചർച്ചയിലേക്ക്. വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ധവളപത്രമാണ്. ആ ധവളപത്രം ഉമ്മാക്കിയാണ്, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറയുകയാണ്. പുറത്തു വരാൻ പോകുന്ന ധവളപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ നല്ല ആത്മവിശ്വാസമുള്ളതുപോലെയാണ് ആവർത്തിച്ച് ഇന്ന് വി ഡി സതീശൻ അതേക്കുറിച്ച് പറയുകയും ചെയ്തത്. അപ്പോൾ മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഇവിടെ പരാമർശിച്ചു പോയ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടായ വികസനങ്ങൾ അത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. സംസ്ഥാനത്ത് ദൃശ്യവുമാണ്. അപ്പോൾ സാമ്പത്തിക ബാധ്യത എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ട്, യഥാർത്ഥ സാമ്പത്തിക നില എവിടെയാണ് നിൽക്കുന്നത്, അതോടൊപ്പം കേന്ദ്രവുമായുള്ള സമീപനത്തിലെ മാറ്റം, അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കൃത്യമായി വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്ടിക്കൽ അറേഞ്ച്മെന്റ് ആണോ, അത് സാമ്പത്തിക വിഹിതം കിട്ടാനുള്ളത് എത്രയാണ്, അതും ഈ ധവളപത്രത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായ സാമ്പത്തിക അവസ്ഥ കേന്ദ്രത്തെ ധരിപ്പിച്ച് ലഭിക്കാവുന്ന എല്ലാ സോഴ്സിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുക. ഇപ്പോൾ തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം മുഴുവൻ നേടിയെടുക്കുകയാണ്. തെലങ്കാന ഭരിക്കുന്നത് BJP അല്ല, അല്ലെങ്കിൽ NDAയുടെ ഘടകകക്ഷികളല്ല, കോൺഗ്രസ് ആണ്, മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. സമാനമായ ഒരു മോഡലിനാണോ വി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. അപ്പോൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വിസ്മയിപ്പിക്കുന്ന ധവളപത്രം, അതിലൂടെ എന്തായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ജോഷി? അല്ല, അതിലെ നമ്മൾ കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ നാം ഈ വിഷയത്തെ കാണണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അതിനെ ഈ ധവളപത്രം എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രം, ധവളപത്രത്തെ ഒരു കുറ്റപത്രം എന്ന നിലയിൽ നാം വായിക്കേണ്ടതില്ല. നമുക്കറിയാം അത് അല്ലല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഈ പിണറായി സർക്കാർ വന്നപ്പോഴും തോമസ് ഐസക് ധവളപത്രത്തെ അവതരിപ്പിച്ചതും ഒരു കുറ്റപത്രം, മുമ്പുണ്ടായിരുന്ന ഒരു സർക്കാരിനെതിരായ കുറ്റപത്രം എന്ന നിലയിലാണ്. ഇന്ന് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞതും പിണറായി വിജയനെതിരായ ഒരു കുറ്റപത്രം എന്ന നിലയിലാണ് ആ ധവളപത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ കുറച്ചുകൂടെ ഒരു വിശാലാർത്ഥത്തിൽ കാണേണ്ടത്. വിശാലാർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മളെന്താ പറയുക, നമ്മൾ മുണ്ട് മുറുക്കിയെടുത്ത് നമ്മുടെ കാലിയായ ഖജനാവിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കണം. കാരണം തമിഴ്നാട്ടിലേക്ക് എത്തി നോക്കുക. തമിഴ്നാട്ടിലേക്ക് അവരുടെ കാർഷിക വികസനം, അവരുടെ പ്രൊഡക്ടിവിറ്റി, കാർഷിക വികസനം അവർ എത്ര കാര്യക്ഷമമായിട്ടാണ് കഴിഞ്ഞ 10-20 വർഷങ്ങൾ കൊണ്ട് നടത്തിയെന്ന് നാം ഓർക്കണം. നാം കേരളം പോലുള്ള സംസ്ഥാനം ആശ്രയിക്കുന്നത് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളെയല്ലേ നമ്മുടെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വേണ്ടി. അതുവഴി വലിയ സാമ്പത്തിക വികസനം സൃഷ്ടിക്കാൻ തമിഴ്നാട് പോലുള്ള സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം ഇപ്പോൾ നിൽക്കുന്നത് തെലങ്കാനയിലേക്ക് വന്ന് നോക്കിയേ സുജയ. നാം അവിടെ ഈ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ ഉണ്ട് എന്ന് പറയും. പക്ഷേ IT വികസന രംഗത്ത് തെലങ്കാന പോലെ ഒരു സംസ്ഥാനം നേടിയ വികസനം അതിന്റെ ഒരു 4-1, 10-1 നേടാൻ കേരളം പോലും സംസ്ഥാനത്ത് ഇത്രയും കാലമായി തെലങ്കാനയേക്കാൾ എത്രയോ മനുഷ്യ വിഭവ ശേഷി കേരളത്തിലുണ്ടായിരുന്നു. ശേഷിയുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ നാം ഇപ്പോഴും എത്രയോ പിറകിലാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വിഭവശേഷിയെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പരാജയം. നാം ഇപ്പോഴും കടമെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നാം ഇപ്പോഴും കടമെടുക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ. നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, കാണം വിറ്റ് ഓണം ഉണ്ണണമെന്ന് പറയും. ആ കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയുന്ന പതിവ് രീതിയിലാണ് നമ്മുടെ സർക്കാരുകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കെന്താണ് ലോട്ടറിയുണ്ട്, നമുക്കെന്താണ് ഈ പറയുന്ന മദ്യവിൽപ്പനയുണ്ട്. ഇത്തരം തക്കിടതരിയുടെ പരിപാടികൾ ഊന്നിക്കൊണ്ട്
നടത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഖജനാവ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായി നമ്മളൊരു ഒരു ഒരു എന്താണ് നമ്മളിപ്പോഴൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റീവായി നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രൊഡക്റ്റീവായി നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ദൃശ്യങ്ങളടക്കം വന്നതാണ്. മഞ്ചേരി പുൽപ്പറ്റയിൽ UDF ഓഫീസിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണുപാലകൃഷ്ണൻ, അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ 32 ലക്ഷത്തിൽ നിന്ന് 60 ലക്ഷത്തിന് അപ്പുറത്തേക്ക് പിണറായി സർക്കാർ കൊണ്ടുപോയ ആ പെൻഷൻ ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം UDF ഓഫീസിൽ വിതരണം ചെയ്യുന്നു. ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ വഴി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പെൻഷൻ വിതരണം. അതിപ്പോൾ UDF ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഭരണം മാറിയത് ചിലയിടങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് പെൻഷൻ വിതരണം ചെയ്യാമോ? അത് ശരിയാണോ വിജയ? രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് എന്നല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ വീടുകളിൽ പോയി പെൻഷൻ കൊടുത്തിട്ട് ഇത് പാർട്ടി തരുന്ന സൗജന്യമാണ്, സേവനമാണ് എന്ന മട്ടിൽ അവതരിപ്പിച്ചത് നമ്മളുടെ മുന്നിലുണ്ട്. അതിന്റെ വാർത്തകളടക്കം വന്നിട്ടുള്ളതാണ്. പല നാട്ടുമ്പുറങ്ങളിലും ചില പാർട്ടി നേതാക്കൾ വീടുകളിൽ പോയി ക്ഷേമ പെൻഷൻ നേരിട്ട് കൈമാറാൻ അല്ലെങ്കിൽ ആ മട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത് മാത്രമല്ല എസ് വിജയകുമാർ പുൽപ്പറ്റ പഞ്ചായത്തിലെ കാരപ്പറമ്പിൽ ഈ ചട്ടലംഘനം ആദ്യമായിട്ടല്ല. ഈ ചട്ടലംഘനം സമാനമായ സർക്കാർ ഒരു പക്ഷേ ഈ ബജറ്റ് ഒരു പക്ഷെ കേൾക്കുന്നതാണ്. ഒരു പക്ഷേ ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നിയമപരമായി ഉള്ള അവകാശമാക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായാലും ഇത് ചെയ്യാൻ പാടില്ല. അല്ല, അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എസ് വിജയകുമാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഗഡു കൂട്ടിവെച്ച് കൊടുക്കുന്നതിനെയൊക്കെ വിമർശിച്ചവർ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്യുന്നത് ഞാനൊന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചതേ ഉള്ളൂ. എസ് വിജയകുമാറിന് തുടരാം. അല്ല, ഇതിപ്പോ ഞാൻ നേരത്തെ CPM സമാനമായി ചെയ്തിട്ടുള്ളതാണ്. വീടുകളിൽ നേരിട്ട് കൊടുക്കുന്ന അത്തരം പ്രാദേശിക CPM നേതാക്കൾ അത് ആ നിലയിൽ മാനേജ് ചെയ്യുകയും അത് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതിപ്പോ കോൺഗ്രസ് ആ വഴിയിലൂടെ വന്നു എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിനെ ശരിവെക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വ്യത്യാസമൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ച ഒരു സെക്കൻഡ് ജോഷി, ഒറ്റ കാര്യം, ഈ പെട്രോൾ ഡീസൽ വില വർധനയുടെ സമയത്ത് ഈ കേന്ദ്ര സർക്കാരുകളൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ പൈസ ഞങ്ങൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ UPയുടെ കാലത്ത് ഒരു ദിവസം 2.5 കിലോമീറ്റർ ആയിരുന്നു ദേശീയപാത നിർമ്മിക്കുന്നത്. ഇപ്പോഴത് 37 കിലോമീറ്റർ, ഒരു ദിവസം 37 കിലോമീറ്റർ എന്നതിൽ ദേശീയപാത നിർമ്മിക്കുകയാണ്. ആ സർക്കാരിന് ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നില്ല. ഈ സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന നിലയിൽ ഇത്ര ലക്ഷം വീടുകൾ ഇതിനോടകം വെച്ചു കൊടുത്തു. അതുപോലെ ഈ ഇൻഷുറൻസ് മറ്റേ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ നിലയിൽ ആനുകൂല്യം കിട്ടുന്നു. അപ്പോൾ ഇതിനൊക്കെയുള്ള ധനസമാഹരണം കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നത് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. അപ്പൊ നമുക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ പറയുന്ന ഇവിടെ ഇന്ധനത്തിന് വില കൂട്ടുന്നു, അതിന്മേൽ അധിക നികുതി ഏർപ്പെടുന്നു, ആ നികുതിയിന്മേൽ സെസ് കൂടി ഏർപ്പെടുത്തിയിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന വാദം മുഖവിലേക്ക് എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന വാദവും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. അതാണ് അതിലെ പ്രശ്നമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ ജോഷി, വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ഈ ഫെഡറൽ സംവിധാനത്തിലെ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഹിതം അത് പല രീതിയിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് PM ശ്രീ പദ്ധതിയൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുണ്ടായി ഉടന രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അറിയാം. എന്തിനാണ് കേന്ദ്ര സർക്കാരുമായി ഒരു നീക്കുപോക്കിന് പോകുന്നത് എന്നൊരു സംശയം പല കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണം, അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം അത് എത്രയായാലും വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് കേരളം പോലും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ അത്ര വിഭവമില്ല. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും പണം കിട്ടിയേ പറ്റൂ. നമ്മുടെ സംസ്ഥാനത്തെ ഓടിക്കണമെങ്കിൽ അത് കിട്ടിയേ പറ്റൂ. നമ്മുടെ ഫെഡറലിസത്തിലേക്ക് കടന്നു കയറാത്തിടത്തോളം കാലം, നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിലേക്ക് കടന്നു കയറാത്തിടത്തോളം കാലം സ്വാഭാവികമായും ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കണക്ക് പറഞ്ഞ് അവരെ സമീപിച്ച് പണം വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. അതിൽ പ്രാദേശികവാദം ഉയർത്തേണ്ടുന്ന ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇപ്പോഴത്തെ നിലയിൽ കേരളം പോലും സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും സമവായത്തിലൂടെ പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കുക, അത് തന്നെയാണ് VDയുടെ നയം എന്നുള്ളത് വ്യക്തമാണ്. അത് എങ്ങനെ വാങ്ങിച്ചെടുക്കും, അതിൽ പ്രയോഗിക്കാൻ പോകുന്ന തന്ത്രം എന്താണ്, അതിലാണോ ഒരു VDnomics നമ്മൾ കാണാൻ പോകുന്ന മോഡിനോമിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ VDയുടെ ഒരു സാമ്പത്തിക നയതന്ത്രം ഇതിന് പിന്നിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിനായി ധവളപത്രത്തിനായി കാത്തിരിക്കാം. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ പൂർണ്ണമാവുകയാണ്.